ട്രക്കിങ്ങിന് അട്ട കടിച്ചത് തൂങ്ങി കളിക്കണ ഫുൾ സെറ്റ് ഫാമിലി ഗുഡ് മോർണിംഗ് ഗൈസ്. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹണിമൂണിൻ്റെ സെക്കൻഡ് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്താണ് ഞാൻ അവളെയും കൊണ്ടുവന്നത്. അവള് വണ്ടടിച്ച് നിൽക്കുകയാണ് സീരിയസ്ലി. ഓ മൈ ഗോഡ്. സ്ഥലത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറ. നമ്മുടെ ഡിസ്നി മൂവീസിലെ സെറ്റ് ഇട്ട പോലെ ഡിസ്നി എനിക്കത് തോന്നി. ഡിസ്നി മൂവീസിലെ ഓ മൈ ഗോഡ്. ഇത് നമ്മള് പുറത്ത് റൂം വേറെ തന്നെ സെറ്റപ്പാണ്. പക്ഷെ പുറത്തിറങ്ങി ഇപ്പൊ ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഡീറ്റെയിലിംഗ്. വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്, നമ്മൾ സ്ഥലം കാണിച്ചെടുക്കണ്ടേ? എല്ലാ ഈവൻ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് വരെ ഇവിടെ ഭയങ്കര. അതിന്റെ കൂടെ സ്നോ കൂടെ ഇറങ്ങി നിന്റെ ബാക്കിൽ കാണുന്നില്ല. ഫോഗ് നമ്മളെ സ്ഥലം തോന്നില്ല. ക്യാമറയിൽ കിട്ടും. ഓ ക്യാമറ കിട്ടുന്നില്ല. ക്യാമറ കിട്ടുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ കാണുന്നല്ല, ക്യാമറയിൽ കാണുന്നത് വേറെ ലെവല് സാധനമാണ്. നമ്മള് പറക്കാട്ടില് 1000 ടൈംസ് ബെറ്റർ. നമ്മളിപ്പോ ഉള്ളത് പറക്കാട്ട് നേച്ചർ റിസോർട്ടിലെ മൂന്നാർ. അവിടുത്തെ കേവ് ഹൗസ് ആണ് നമ്മളിന്ന് എടുത്തത് അല്ലേ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ജക്കൂസിയും അതുപോലെ അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി. നമ്മൾ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നേന്. പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേ അടിക്കാൻ വരുന്നത് അല്ലേ. ഇവിടുത്തെ ക്ലൈമറ്റ് ഓ മൈ ഗോഡ് ഗൈസ്. അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് റൂം. ദിസ് ഈസ് ഗോണ അമേസിങ് സ്റ്റേ. സോ എന്തായാലും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, അപ്പോൾ എന്നെ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അടഞ്ഞിരിക്കുന്ന പോലെ. കാരണം പുറത്ത് മൊത്തം മൂടല, ഒരു വെളിച്ചില്ല. 2 മണി 3 മണിയാണ് ഇപ്പൊ സമയം. 3:58. സോ ഇന്ന് നമ്മൾ ഇവിടെയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ പുറത്ത് കാക്കണ നിങ്ങൾക്ക് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നോക്കിയാ നല്ല വെള്ളച്ചാട്ടോ. കലങ്ങി പോയതാ മഴ ചെയ്തപ്പോ. അടിപൊളി ഗൈസ്, രക്ഷയില്ല. റൂമിലെ കീ ഉണ്ട്. ആ റൂമിലെത്തിയിട്ട് റൂം കാണിച്ചു തരട്ടാ. ഒരു രക്ഷയില്ല ഗൈസ്. ക്ലൈമറ്റ് ഇത് വെയിലത്ത് കണ്ടത്ര രസം ഉണ്ടാവില്ലല്ലേ ഹെൽഫി? വെയിലത്ത് കണ്ടത്ര രസം ഉണ്ടാവില്ല. മോസ്റ്റ്ലി ക്ലൗഡിയാ. ഭയങ്കര ഇരുട്ട്, ഒന്നും കാണുന്നില്ല. ഞാനിട്ട് ലൈറ്റൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. എവിടെ വാ മോളെ, റൂം കാണാം. റൂമിലേക്കുള്ള സ്റ്റെപ്പാട്ടോ. ഓ ഇത് പണ്ടത്തെ തറവാട്ടുകളുടെ ഡോർ കണ്ടോ അല്ലേ? നമ്മളിപ്പോ റീസെന്റ് മമ്മൂട്ടിന്റെ ഒരു പടം ഇറങ്ങിനി. എന്നാ ഇത് കൊണ്ടുപോയിട്ട് ഓണാക്കി. ഒരു ഭയങ്കര ഒരു എങ്ങോട്ടോ കയറി പോണ മാതിരി. നല്ല തണുപ്പ് കയറിട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ചെരുപ്പ് വെച്ചിടാം. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യാം. ഫുഡ് ഇപ്പം എത്തും. This is the magic happening. Oh my god. ഇങ്ങനെ ഇറങ്ങി വന്നാ കണ്ട സെറ്റപ്പ് അല്ലേ? സോറി, ചെരുപ്പ് ഓൾക്ക് സിയോടി അല്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന അസുഖമുണ്ട്. എങ്ങനെയുണ്ട് ബേബി? സെറ്റല്ലേ? പുറത്തുനിന്ന് റൂമിലേക്ക് വന്നപ്പോ വേറൊരു പക്ഷെ പുറത്താണ് അടിപൊളിയില്ലേ റൂമിനെക്കാട്ടിലും? ഓ മൈ ഗോഡ്. പക്ഷെ റൂം കിഡുവാണ്. കണ്ട, നല്ലൊരു ബെഡ്, അതുപോലെ തന്നെ എന്താ പറയാ ഒരു TV. ഇതൊന്നും കൂടാണ്ട് AC-യും അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഈ ഡോറ് തുറന്ന ഞാൻ കാണിച്ചു തരാം. ഈ ഡോറ് തുറന്ന ബാഡി കാണിച്ചു കൊടുക്കാം. വാ, നേരെ കണ്ട. മോനെ കറക്റ്റ് വെള്ളച്ചാട്ടം സീൻ. പൊളിയല്ലേ? വേറെ സാധനം കാണിച്ചിട്ടുണ്ട്, നോക്കട്ടെ. എന്താണ് ഇങ്ങോട്ടാ കൊണ്ടുപോകണ? തന്നെ കൊല്ലം കൊണ്ടുപോകണോ? അയ്യോ മരം. എടി കുറ്റിയാണോ? ബാൽക്കണിയാണ്. ഇതെന്താ? ഓഹോ, ഓപ്പൺ ബാത്തിങ്. ഓ അത് ഞാൻ കണ്ടില്ലായിരുന്നു.
ഓക്കെ ഓക്കെ. ഇവിടെ ഇത്രയും വെള്ളമുള്ളപ്പോ എന്തിനത് എന്താണ് കാണിക്കാൻ? അതിലെന്താ നമ്മള് കാണിക്കാൻ പോകുന്നത്? ജക്കൂസി. ആ ബെഡ്റൂമിനെക്കാളും വലിയ വാഷ്റൂമാണ്. എന്റെ അളിയ. ഓ എന്റെ അമ്മോ, ഇത് ഞാൻ അന്ന് കുഞ്ഞു വന്നപ്പോ കണ്ടിരുന്നേ. സാധാരണ ചില സ്ഥലത്ത് ചെറുതാണ്, പക്ഷെ ഇത് രണ്ട് വലിയ മനുഷ്യന്മാർക്ക് കടന്ന് കുളിക്കാൻ പറ്റിയ. പിന്നെ ഇതിന്റെ മുകളിൽ അന്ന് വന്നപ്പോ ഇവിടെ ഒരു ഷവർ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നിപ്പോ അതില്ല. പിന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു 1.5 വൈബായി കിട്ടും. ഇവിടാണ് ബട്ടണ് തോന്നുന്നത്, അതുകൊണ്ട് ഓൺ ഓഫ് ബട്ടൺ ഇതാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ട് യെസ് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓണായി ഓണായി. പെട്ടെന്നുള്ള വിഷമം മാറ്റാൻ നിങ്ങളാക്കണം. ചിക്കൻ ഓർഡർ ചെയ്ത്, അതുപോലെ തന്നെ ബീഫ് കറി, പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ പഴംപൊരി, സ്നാക്സ് ഒക്കെ ഇപ്പോൾ വരും. ഇതൊന്ന് കഴിച്ച് ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് കടന്നുറങ്ങാൻ ചെറിയൊരു പേരുണ്ട് കേസ്, കാരണം കുറച്ചൊരു സീനാണ് ഇവിടെ. മൊത്തം വൈറ്റ് ആണ്. ഇന്നലെ നൈറ്റ് ജസ്റ്റ് കടന്നുറങ്ങി, നല്ല സുഖമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ മോർണിംഗ് ഇതാക്കാൻ ഞാൻ നേരെ പറക്കാട്ട് നേച്ചർ റിസോർട്ടിന് ഇങ്ങോട്ട് പോകുന്നത്. കേവ് ഹൗസ് ഒക്കെ താഴത്താണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇവരുടെ സംഭവങ്ങളൊക്കെ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഇന്നത്തെ കലാപരിപാടി സ്റ്റാർട്ട്. നമുക്ക് ലിഫ്റ്റ് പോകാനായി വരുന്നുണ്ട്. ഫുഡ് കഴിക്കാം. ലിഫ്റ്റ് തുറന്നു വരുമ്പോഴത്തേക്കും കാണാൻ എന്താ ഇത് സ്പൈസി സ്പൈസി. മോർണിംഗ് ഒരു ഗ്യാസ് വരുന്നുള്ള പേടിയുണ്ടല്ലേ. ബാക്കി അവള് സഹിക്കേണ്ടി വരും. വേറെ എന്താ ഉള്ളത്? ആദ്യം എനിക്ക് പാസ്ത എനിക്ക് ഇഷ്ടമല്ല. പാസ്ത നിനക്ക് ഇഷ്ടമല്ല, നീ കഴിച്ചോ. ഇവള് പാസ്ത ആളാക്കി. കഞ്ഞി, മോർണിംഗ് കഞ്ഞിയോ? എടാ മോർണിംഗ് കഞ്ഞി കുടിക്കുവോ? വേണ്ട വേണ്ട, എനിക്ക് രാവിലെ കഞ്ഞിയൊന്നും കുടിക്കാൻ കഴിയില്ല. നല്ല കടുമാങ്ങ അച്ചാർ പോലത്തെ സാധനം കേട്ടോ, സെറ്റ് സാധനം. ആ പൊറാട്ടയും അച്ചാറും ഒക്കെ കുടിക്കുമോ? അത് കഞ്ഞിയടി. ഒരുപാട് സലാഡ്സ് ഉണ്ട് ഗൈസ്. ഫ്രൂട്ട്സ്, പയറ് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്തിടാ വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് വ്യൂ കണ്ടത് കേട്ടോ. അല്ലേ, അതെങ്ങനെ എപ്പം പാലക്കാട്ടിൽ വന്നാലും കുറച്ച് ടൈം ഇവിടെ കാണാം. മൊത്തം ക്ലൗഡി ആയിരിക്കും, ഫോഗായിരിക്കും. പക്ഷെ എനിക്ക് ഈ ക്ലൈമറ്റ് കുറച്ചൊക്കെ ഇഷ്ടം, നമുക്ക് കാണുകയും ചെയ്യാം. ഫാമിലിയോട് സംസാരിക്കുന്ന അൽഫി. ഏയ് പാത്തു, എന്താ പാത്തുനെന്താ പറ്റി? ഈമാൻ തലക്ക് കയറിയോ? മുടി ഫുഡിലാവാതിരിക്കാവുന്ന. ഓ, ഫുഡ് കഴിക്കുമ്പം മുടിയില്ലേ? അല്ല ഇപ്പൊ കമന്റ് വരും, എന്താ പറയുക, അൽഫിന്റെ അനിയത്തി ഭയങ്കര ഈമാമ്പോത്തുള്ളതാണല്ലോ അത്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഇതാക്കണം. ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ, എൻ്റെ പേരും കേരള കേസ്. എന്താണ് ഈ വന്നത്? ചെക്കൗട്ട്. ഓ, അതെന്ത് മീനായിരുന്നു ഓർമ്മ? എന്ത് മീനാ? നെയ്മീൻ്റെ സാധനം കേട്ടോ. ബീഫ് കൊടുത്തി നെയ്മീൻ. കറിയത്തെ മീൻ എനിക്ക് മിസ്സാവാറുണ്ട്. ഇത് എവള് മുക്കുന്നതാണ്. കറിയത്തെ മീൻ എപ്പോഴും ഇവിടെ മുക്കും ഗൈസ്, കാരണം ഇതിൻ്റെ ഉള്ളിൽ മീനിൽ കാണൂല കേട്ടോ. പിന്നെ ഐസിലടിച്ച് മാറ്റും ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഫ്രൂട്ട്സ് കഴിച്ച് ഞാനും കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച്. ഇനി റൂമിൽ ചെന്നിട്ട് കുറച്ച് എഡിറ്റ് വെക്കണം. നല്ല ഫോഗാണല്ലോ, പക്ഷെ തണുപ്പില്ല. പക്ഷെ ഫോഗ് ഉണ്ട്, ഫുള്ള് ചൂടില്ല. അതില്ല, ചൂടില്ല ഓവർ. നമുക്ക് ഞാൻ കാരണം ഈ ഷർട്ടൊക്കെ ഇട്ട് കിടക്കണ്ടില്ലേ. ഫുഡൊക്കെ കഴിച്ച് രണ്ടാമത്തെ റൂമെത്തി. സോ കാണിച്ചത് ഒരു ഗോൾഡൻ ഡോറാട്ടോ. ഹലോ, തുറന്നോ. എന്താന്നാണ് ഈ കാണുന്നത്? അൽഫി, ഹൗസ് റൂം. കാട്ടിന്ന് ലക്ഷറിയിലേക്ക് പാലസിലേക്ക് വന്ന പോലെ. ജക്കൂസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? വിൻഡോ തുറക്ക്. അവിടാണ് പ്രത്യേകത. നീ പറഞ്ഞ. അപ്പൊ ഇതാണ് നമ്മളുടെ പറക്കാട്ടത്തെ സെക്കൻഡ് റൂമിലെ. എനിക്ക് പേഴ്സണലി സെക്കൻഡ് റൂം ആയിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ വൈബും ഒരു ഹോണ്ടഡ് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ട്രൈ ചെയ്യാം. നല്ല എന്താ
ഭയങ്കര കാമിങ് ആൻഡ് റിലാക്സിങ്. അതിന്റെ പുറത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിന് സൗണ്ട് ക്ലോസ്ട്രോഫോബിക് ആണെങ്കിൽ നമുക്ക് കേവും അത്ര ക്ലോസ്ട്രോഫോബിക്, അതായത് നമ്മൾ ഇങ്ങനെ അടച്ചിട്ട സ്പേസസ്. എന്റെ ബേബിക്ക് അങ്ങനത്തെ ഒരു ഫോബിയ ഉണ്ട്. ലുക്ക് അറ്റ് ദീസ് ഗൈസ്, ജസ്റ്റ് ഓ മൈ ഗോഡ്. അൽഫി നോക്കിയാ ഈ വൈഡ് ആംഗിൾ ഷോട്ടിൽ നല്ലോണം കിട്ടുന്നുണ്ട് മൊത്തം. ഓ എന്റെ മോനെ വിഷയം, ഒരു ലക്ഷറി സ്ഥലം. നീ ഇതിന്റെ ഉള്ളിലൊക്കെ കയറിയ അത് ശരി, അവിടുത്തെ ബാൽക്കണി ഉണ്ടല്ലേ. അപ്പൊ നമുക്കത് ക്ലോസ് ചെയ്യണം എന്നിട്ട് വിളിക്കാം. എന്താല്ലേ മൊത്തം ഓപ്പണാ. ഇത് 360 റൂമാ അൽഫി, 360 റൂമാ കണ്ടില്ലേ. മൊത്തത്തില് എല്ലാ സൈഡും നമുക്ക് വ്യൂ ഉണ്ട് കേട്ടോ. എന്റെ മോനെ സീൻ. ഇത് മിററാണല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇവിടെ ഓപ്പൺ ആക്കടാ, ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ആക്കാം. ഞാൻ ബാത്റൂം പോട്ടെ മിനിറ്റ്, അത് നോക്കട്ടെ. വീഴുന്നില്ല. ആ ഇവിടെ ഇതുണ്ട്, ഓണാക്കട്ടെ. ഇത് മൊത്തത്തിൽ ട്രാൻസ്പെറന്റ്. ഞാൻ വിചാരിക്കും ഇതിൽ ആരാന്ന് ചോദിച്ചു, ഇത് ഞാനാട്ടെ. ഇത് കൊള്ളാട്ടെ, ഇഷ്ടപ്പെട്ട്. ഭയങ്കര ഓപ്പൺ ആണ്. മറ്റേത് ഓവർ ക്ലോസ്ഡ് ആണ്, നമുക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഇതതിന് നേരെ ഓപ്പോസിറ്റ്. റിയാലിറ്റിന്ന് വിട്ട് നിൽക്കുന്ന ഒരു റൂം. അതെ, പക്ക റിയാലിറ്റി കുറച്ച് കൂടി പോയോന്നേ, കുറച്ച് കൂടിയാലേ ഉള്ളൂ. പക്ഷേ ഇതെന്തൊരു ഫ്രെയിമാന്നറിയോ മോളെ, എന്ത് ഭംഗിയേറെ കാണാൻ നോക്കിയാ. അപ്പൊ ഇനി നമ്മള് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചിക്കനും ബീഫൊന്നും കഴിക്കരുത്. നമ്മള് ഫിഷ് ഐറ്റംസും അങ്ങനത്തെ കുറെ സാധനങ്ങൾ കഴിക്കും. ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മള് വീട്ടിൽ നിന്ന് എപ്പോഴും ചിക്കൻ ഇതൊക്കെ കഴിച്ച് മടുത്ത്, എസ്പെഷ്യലി കല്യാണം ഇപ്പൊ നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു റിഫ്രഷ്നെസ്. എപ്പോഴും നമ്മൾ ഇവിടുന്ന് മൊത്തം ചോറാട്ടോ ഓർഡർ ചെയ്ത്, ചിലർ ചപ്പാത്തിയും ഇതൊക്കെ. പക്ഷെ നമ്മള് ചോറിന്റെ ആൾക്കാരായി ഇപ്പൊ ഇവിടെ എത്തിയപ്പോ. എന്തായാലും വീട്ടിൽ നിന്ന് നാട്ടിൽ നമ്മൾ ചോറ് കഴിക്കാറ്, പക്ഷെ ഇവിടെ എത്തിയപ്പോ കേരള റൈസ് ചോദിച്ചു വാങ്ങി. അതെന്താ അറിയോ, നമ്മള് മറ്റേ മാരേജിന്റെ ഇതൊക്കെ ആയിട്ട് എന്റെ വീട്ടില് വന്നപ്പോഴായാലും നെയ്ച്ചോറൊക്കെ ആയിരുന്നു, നിന്റെ വീട്ടിലും എന്താ നെയ്ച്ചോറും എന്തോ അങ്ങനത്തെ എന്തൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ചോറ് കഴിച്ചില്ല, ലിറ്ററലി ചോറ് കഴിച്ചിട്ടില്ല. കൊരങ്ങൻ ഞങ്ങൾ ഇതാക്കണ റൂമിൽ ചായ കുടിക്കുകയായിരുന്നു. എടാ എന്റെ ഫോൺ ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്, എന്ത് ഭാഗ്യത്തിന്. തൂയി കളിക്കണടാ. ഇവിടെ ഫാമിലി ഉണ്ട്, ഫുൾ സെറ്റ് ഫാമിലി ഉണ്ട്. ഇവിടെ ടീംസ് ഉണ്ട് കേട്ടോ. എടി ഫോൺ ഞാൻ എടുത്തുണ്ടോ, എന്ത് ചെയ്യായിരുന്നു ഞാന്? ഒന്നും ചെയ്യില്ല. എന്റെ മോനെ ഞാൻ തുറന്നു നോക്കട്ടെ. അൽഫി തുറക്കട്ടെ. ലിറ്റിൽ പംകിൻ. ഇനിയിപ്പൊ പറയിട്ടാണ്. ഇനി ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം, സൊള പറയാം. നമ്മൾ സത്യത്തിൽ നമ്മളെ ഹണിമൂൺ എങ്ങനെയുണ്ട് ബേബി? യു എൻജോയിങ് ഇറ്റ്? ഭയങ്കര റിലാക്സ്ഡ് ആണ് അല്ലേ? എന്റെ ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? തന്റെ ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? സപ്പോർട്ടിങ് ഹസ്ബൻഡ് അല്ല, ശല്യം ചെയ്യുന്നില്ല. അതാണ് സപ്പോർട്ടിങ് ഹസ്ബൻഡ് ആണ് ബേബിക്ക് കിട്ടിയത്.